ഹലോ, അപ്പം ഇന്ന് നമ്മൾ ജസുവിൻ്റെ സ്കൂൾക്ക് ഓണപ്പരിപാടിക്ക് പോകുകയാണ്. അപ്പോൾ ഞാൻ ഈ സെറ്റ് സാരി ഉടുക്കാൻ അങ്ങനെയൊന്നും നിന്നില്ല. എനിക്കത് ഉടുക്കാൻ അറിയില്ല, എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ എൻ്റെ ഒരു ക്രീം കളർ ചുരിദാറുണ്ടായിരുന്നു, അത് ഇട്ടിട്ടാണ് ഞാൻ പോയി. പിന്നെ വാഴൻ്റെ ഇല ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ടീച്ചർ പറഞ്ഞു വാഴൻ്റെ ഇലയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വാട്ടിയിട്ട് കൊണ്ടുവരും, കുറേ കൂടുതലുണ്ടെങ്കിൽ കൂടുതലായി കൊണ്ടുവരും വീട്ടിലുള്ളവർ പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ വാഴൻ്റെ ഇല ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ തന്നെ നമുക്കൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ. പിന്നെ കുറേ പേരൻസ് പൂക്കള മത്സരം ഉള്ളത് കൊണ്ട് അതിൻ്റെ ഓരോ തിരക്കിലായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാനും അതിനുള്ള പ്ലേസൊക്കെ അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കുട്ടികൾ ക്യൂട്ടായിട്ട് സാരി ആയിട്ട് പട്ടുപാവാടയായിട്ട് ഓരോ വേഷങ്ങളായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. പിന്നെ എല്ലാ പേരൻസും വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് പറയാനുള്ളത് LKG UKG കുട്ടികളുടെ മാത്രം ഓണപരിപാടിയാണ് നടക്കേണ്ടായിരുന്നത്. ഇതൊക്കെ ആ സ്കൂളത്തെ ടീച്ചേഴ്സാണ്. പിന്നെ വന്നിട്ട് അങ്ങനെ LKG UKG ഓണപരിപാടി മാത്രം നടക്കണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെയോ സെക്കൻഡ് സ്റ്റാൻഡേർഡോ അതൊന്നും നടക്കണ്ടായിരുന്നില്ല. LKG UKG കുട്ടികളുടെ ഫുഡ് കഴിക്കണതിലായിക്കോട്ടെ, ഒരു മത്സരത്തിനായിക്കോട്ടെ, ഒക്കത്തിലൊന്നും കൂടെ ശ്രദ്ധിക്കണം, ഒരുപാട് ടൈമാകും, അതൊക്കെ ഉദ്ദേശിച്ചിട്ട് എല്ലാവരും പാടെ തീരുമാനിച്ചാണ് LKG UKG ഒറ്റയ്ക്ക് നടത്തുക എന്നുള്ള രീതിക്ക്. അങ്ങനെ അതൊക്കെ ആയി. ഒറ്റക്കാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തിയത്. കാരണം അവർക്കായിട്ടുള്ളൊരു ടൈം അവർക്ക് കൊടുത്തിട്ട് അവരെ കളിപ്പിക്കാനായിക്കോട്ടെ, അങ്ങനെ ഓരോ മത്സരത്തിന് സമയം കൂടുതലെടുത്ത് ചെറിയ കുട്ടികളായതുകൊണ്ട് ഒരുപാട് സമയം വേണം. അതൊക്കെ പരിഹരിച്ച് സന്തോഷം പോലെ പരിപാടി മുന്നോട്ട് പോയി. എല്ലാ കുട്ടികളുടെ ഒപ്പം വയ്ക്കുകയാണെങ്കിൽ എല്ലാം പാടെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് LKG UKGക്കാരനെ മാത്രം ഫസ്റ്റ് വെച്ച്. പിന്നെ ഈ സാധനം ഞാൻ സ്കൂൾക്ക് കൊണ്ടുവരാൻ വേണ്ടി മേടിച്ച് വെച്ച് നോക്കുമ്പോൾ മറന്നു. പിന്നെ റാഷിയാണ് കൊണ്ടുവന്ന്. ജസു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ച് ചിരിച്ച് കൂട്ടുകാരന്മാരുടെ ഉല്ലസിച്ച് കുഴഞ്ഞ് വെള്ളം കുടിക്കലാണ് ആ സീന്. പിന്നെ ഓണപ്പൂക്കളം എല്ലാവരും നല്ല ഭംഗിയിലിട്ടുണ്ടായിരുന്നു. എന്നാലും ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളൊരു പ്രൈസൊക്കെ ഉണ്ടാകുമല്ലോ. നല്ല രസത്തിൽ സെറ്റ് ചെയ്ത് വെച്ച ഓണമൊക്കെ ആയിരുന്നു. പിന്നെ ജസ്സു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, ഭംഗിയിൽ എടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി മുണ്ട് മടക്കി കുത്തണതിൻ്റെ തിരക്കും, ഓരോ കുട്ടികളും ഓരോ തിരക്ക്. അതിൻ്റെ ഇടയിൽ പിന്നെ മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും കുട്ടികൾ എത്ര ഭംഗിയിൽ ഒരുങ്ങി നല്ല
വാക്കിങ് കാര്യങ്ങൾ അറിഞ്ഞ പോലെ ആ കുട്ടികൾക്ക് LKG UKG കുട്ടികൾക്ക് അറിഞ്ഞ രീതിക്ക് അവൻ്റെ രീതിയിൽ വാക്കിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായി ചെയ്ത് അതിൻ്റെ ഇടയിൽ എന്താണ് പൂക്കള മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് അങ്ങനെയൊക്കെ കൊടുത്ത് പരിപാടിയൊക്കെ ഭയങ്കര ഉഷാറാക്കിയിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സിനും അവിടെയുള്ള ആൾക്കാർക്കും എത്രത്തോളം പരിപാടി ഉഷാറാക്കാൻ പറ്റും അത്രത്തോളം ഉഷാറാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. സദ്യ ആണെങ്കിലായിക്കോട്ടെ, കുട്ടികൾക്കുള്ള ഇലയും പിന്നെ ഓരോ ഉപ്പേരി, പഴം, സദ്യ, ചോറ്, സാമ്പാർ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഞാൻ ഇങ്ങനെ അതൊക്കെ നിന്നിങ്ങനെ കാണിയിരുന്നു ആസ്വദിച്ചിട്ട്. പിന്നെ ഈ മക്കളൊക്കെ ഇങ്ങനെ നിരന്നിരിക്കണ കാണുമ്പോൾ നല്ല രസമുണ്ട്. ആൺകുട്ടികളും ഉണ്ടായിക്കോട്ടെ, പെൺകുട്ടികൾ സാരി ആയിക്കോട്ടെ, പിന്നെ ഓരോ വേഷങ്ങളായിക്കോട്ടെ, മാവേലി, ചിലവർ പുലിൻ്റെ വേഷം കെട്ടി വന്നവർ, പിന്നെ ടീച്ചേഴ്സ്മാരൊക്കെ ആ കുട്ടികളെ നോക്കണ വിധം, ഫുഡ് വിളമ്പി കൊടുക്കണ വിധം ഓരോ ഭാഗത്തും എല്ലാവരുടെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ജസൂന് മാത്രമല്ല നോക്കണ്ടായിരുന്നു കഴിക്കണ്ടോ ഇല്ലേന്ന്, ഞാൻ വേറെ കുറേ കുട്ടികളുടെയും ഭക്ഷണം വേണമെന്നും വേണ്ടേന്നും അങ്ങനെ എല്ലാ പേരൻസും ഒത്തു നിന്നിട്ട് എല്ലാ ടീച്ചേഴ്സും പേരൻസും എല്ലാവരും പാടെ ഒത്തു നിന്ന് ഈ ഓണം അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ജസു ഓരോ പെരീൻ്റെയും ടേസ്റ്റ് നോക്കിയിട്ടാണ് അത് ചോറിൽ കഴിക്കണോ വേണ്ടേ എന്നുള്ളത് നോക്കണം. അപ്പോൾ അവൻ്റെ ഭക്ഷണം കഴിക്കൽ ഞാനൊന്നും കൂടെ ആസ്വദിച്ചു. പിന്നെ പായസം വന്നു, അടിപൊളി പായസമായിരുന്നു. ജസു ചോറ് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇങ്ങനെ ചോറിന് കാത്തിക്കായിരുന്നു. അവസാനം ഞാൻ ടീച്ചറിനെ വിളിച്ച് പിന്നെയും ചോറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്ത്. എനിക്കത് കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഉമ്മ ഞാൻ ചോറ് എടുക്കുന്നത് വീഡിയോ എടുക്ക്, സാമ്പാർ തരാൻ പറയുന്നൊക്കെ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി കൊടുത്ത് അവനക്കുള്ള വെള്ളവും ഞാൻ എടുത്തു കൊടുത്തു. കാരണം എന്താ വെച്ചാൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല, കുട്ടികൾ മറിച്ചിടും പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മേലേക്ക് ഫുഡ് കഴിക്കാൻ പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ എല്ലാ പച്ചക്കറിയും പാരം ഇട്ടിട്ട്, എനിക്ക് അതിൻ്റെ പേര് കിട്ടില്ല, അതും കൂട്ടി ഒരു പിടി പിടിച്ചു. എന്താ ടേസ്റ്റ് ആ സാധനം. പക്ഷെ ജസുക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ജസു അത് കളഞ്ഞു. അപ്പോൾ എനിക്കത് നല്ല സങ്കടം. പിന്നെ എല്ലാ കുട്ടികളുടെ മുമ്പിൽ പോയി എടുത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ കഴിച്ചില്ല. പിന്നെ പാരൻസിനൊക്കെ തികഞ്ഞില്ല എന്നുള്ള രീതിക്കായിരുന്നു. എന്തായാലും കുട്ടികൾക്കൊക്കെ എല്ലാം കിട്ടിയ റാഹത്തായിരുന്നു. ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഉള്ളതും കൊണ്ട് ഓണം പോലെ പറഞ്ഞ പോലെ ഉള്ളതും കിട്ടി കഴിച്ചിട്ട് വയറ് ഫുള്ളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാം മറി ഞാൻ ചോദിക്കാനും നിന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ടും റാഹത്തായിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ ഇറങ്ങിയത് കുട്ടികളുടെ ഓരോ മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രാവശ്യം പറഞ്ഞാൽ എനിക്കും സദ്യ വേണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സദ്യ ഒന്നും ഇല്ല, വേണമെങ്കിൽ ഈ പഴം പിടിച്ചു പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന പഴം കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഊഞ്ഞാലിൽ കയറിയിരുന്നതാണ്. നോക്കുമ്പോൾ എൻ്റെ കുട്ടി ഒന്ന് വീണ് ചെറുതായിട്ടൊന്ന് ഇടുപ്പ് വേദനിച്ചു. ഇടുപ്പ് പറഞ്ഞാൽ ഇടുപ്പിൻ്റെ ആ എല്ല് വരില്ല, ആ സൈഡ്. പിന്നെ പേരും കരച്ചിലായിരുന്നു. പിന്നെ അതൊക്കെ ഒതുക്കിയൊന്ന് സബൂറായപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങി. റാഷിനി പറഞ്ഞു എനിക്ക് വിശപ്പുണ്ട്, സദ്യ എല്ലാവർക്കും എത്തണം പറഞ്ഞിട്ട് ഞാൻ നേരെ കഴിച്ചില്ല. അപ്പോൾ ഞാൻ എന്നാൽ വാ നമുക്ക് ബിരിയാണി കഴിക്കാൻ പോകാമെന്ന്. ഓണപ്പരിപാടി അന്ന് സദ്യയും കഴിച്ച് ബിരിയാണിയും കഴിക്കാൻ പോയി. ആ ഒരു കഥയായിരുന്നു എൻ്റെ കഥ. അങ്ങനെ റാഷിയും പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ ബിരിയാണി ഷോപ്പിലേക്ക് പോയിട്ട് അവിടെ നിന്നൊരു ചിക്കൻ ബിരിയാണി തട്ടി. ജസൂക്കിന് എത്തിരി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ ആ വീഡിയോ കാണാമല്ലോ, ഞാൻ വീഡിയോ എടുത്തോ ഇല്ലേന്ന് അറിയില്ല. ഒരു പ്ലേറ്റ് എക്സ്ട്രാ മേടിച്ചിട്ട് ജസൂവിന് ഇട്ട് കൊടുത്തു. അവൻ കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഇക്കൊല്ലത്തെ ഓണപ്പരിപാടികളൊക്കെ എല്ലാം കൊണ്ടും ഉഷാറും റാഹത്തൊക്കെ ആയി. അപ്പം നിങ്ങളുടെ ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റിൽ പറയണം. അപ്പോൾ ബൈ.